ഹലോ, എല്ലാവർക്കും നമ്മുടെ ചാനലിലെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മുടെ ഇന്നത്തെ റെസിപ്പി ഒരു കോവയ്ക്ക പൊടിക്കറിയാണ്. ഇതൊരു തമിഴ്നാട് സ്റ്റൈലിലുള്ള ഒരു റെസിപ്പിയാണ് കേട്ടോ. നമ്മൾ ഈ ചാനൽ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് ഒക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോസ് ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും ഒന്നും മറക്കരുതേ. അപ്പൊ കോവയ്ക്ക പൊടിക്കറിക്ക് വേണ്ടിയിട്ട് ഞാനിവിടെ 400 ഗ്രാം ഇളം കോവയ്ക്ക നോക്കിയിട്ട് എടുത്തിട്ടുണ്ട്. കുറച്ചൊക്കെ മൂത്ത് പോയതായാലും കുഴപ്പമൊന്നുമില്ല. പക്ഷെ ഒരുപാട് അങ്ങോട്ട് റെഡ് കളർ ഉള്ളത് എടുക്കണ്ട കേട്ടോ. അത്യാവശ്യം ഇളം കോവയ്ക്ക നോക്കിയിട്ട് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഒന്നും കൂടെ നല്ലതാണ്. ഇപ്പൊ ഞാനിതാ ഇവിടെ കോവയ്ക്ക ഈ ഒരു കനത്തിലാണ് അരിഞ്ഞെടുത്തിട്ടുള്ളത്. അപ്പോൾ ആദ്യം നമുക്ക് ഇതിലേക്ക് ഒരു മസാലക്കൂട്ട് റെഡിയാക്കി എടുക്കാനുണ്ട്. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ഇനി ഇതാ ഞാനിവിടെ ഒരു 1/2 ടീസ്പൂൺ മാത്രം വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കുന്നുണ്ട്. വെളിച്ചെണ്ണ ഒന്ന് ചൂടായി വരുന്ന സമയത്ത് നമുക്ക് ഇതിലേക്ക് വെളുത്തുള്ളി ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ ഒരു 5 അല്ലി വെളുത്തുള്ളി ചേർത്ത് കൊടുക്കുന്നുണ്ട്. കുറച്ച് വലുപ്പമുള്ള വെളുത്തുള്ളി ആയതുകൊണ്ട് തന്നെ ഞാൻ നടുവെ ഒന്ന് മുറിച്ചിട്ടാണ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ പെട്ടെന്ന് നമുക്കൊന്ന് മുരിഞ്ഞു കിട്ടും. ഇനി തീ ഒരു ലോ ടു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് വെളുത്തുള്ളി നമുക്ക് മൂപ്പിച്ചിട്ടെടുക്കാം. ഇപ്പം ഇതാ വെളുത്തുള്ളിയൊക്കെ ചെറുതായിട്ട് സൈഡിൽ നിന്നൊക്കെ കളറൊക്കെ ഒന്ന് മാറി തുടങ്ങുന്നുണ്ട്. ഒരുപാട് അങ്ങോട്ട് മൂക്കാൻ നിൽക്കണ്ട കേട്ടോ. ബാക്കി കാര്യങ്ങളും കൂടെ ചേർത്തിട്ട് അതിൻ്റെ കൂടെ വെളുത്തുള്ളി കൂടെ മൂത്ത് കിട്ടിക്കോളും. അപ്പോൾ ആദ്യം തന്നെ ഒരുപാട് അങ്ങോട്ട് മൂപ്പിച്ച് കഴിഞ്ഞാൽ ബാക്കിയുള്ള കാര്യങ്ങൾ ചേർത്തിട്ട് മൂപ്പിക്കുന്ന സമയത്ത് വെളുത്തുള്ളി കരിഞ്ഞു പോകാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ അതൊന്ന് ശ്രദ്ധിക്കണം. ഇപ്പം നമുക്ക് ഇതിലേക്ക് ഒരു 4 വറ്റൽമുളക് ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ ചെറുതായതുകൊണ്ട് 4 എടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഇത് അത്യാവശ്യം നല്ല എരിവുള്ളതാണ് കേട്ടോ. അതുകൊണ്ട് തന്നെ 4 എടുക്കുന്നുള്ളൂ. ഇനി നമുക്ക് ഇതിലേക്ക് മെയിൻ ആയിട്ട് വേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞത് നിലക്കടലയാണ്. ഞാനിവിടെ 1.5 ടേബിൾ സ്പൂൺ നിലക്കടല ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഈ 2 കാര്യങ്ങളും കൂടെ ചേർത്തിട്ട് നമുക്ക് വീണ്ടും തീ ഒരു ലോ ടു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് തന്നെ ഒന്ന് മൂപ്പിച്ചിട്ടെടുക്കാം. ഉണക്കമുളകൊക്കെ ഒന്ന് കളർ മാറി അതുപോലെ തന്നെ കടലയുടെ കളറൊക്കെ ഒന്ന് ചെറുതായിട്ടൊന്ന് മാറി വരുന്നത് വരെ നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം കേട്ടോ. ഇപ്പൊ ഞാനിവിടെ കുറച്ച് നേരമായിട്ട് ഇളക്കി കൊടുക്കുന്നുണ്ടായിരുന്നു. കടലയുടെ കളറൊക്കെ ചെറുതായിട്ടൊന്ന് മാറി വരുന്നുണ്ട്. അതുപോലെ തന്നെ മുളകും ചെറുതായിട്ടൊന്ന് മൂത്ത് തുടങ്ങുന്നുണ്ട് കേട്ടോ. അപ്പൊ ഈ ഒരു സമയത്ത് നമുക്ക് ഇതിലേക്ക് 2 തണ്ട് കറിവേപ്പില കൂടെ ചേർത്ത് കൊടുത്തിട്ട് ബാക്കി ഒന്നും കൂടെ വഴറ്റി കൊടുക്കാം. ഇപ്പം ഇതാ നമ്മൾ ചേർത്ത് കൊടുത്തിട്ടുള്ള എല്ലാ കാര്യങ്ങളും നന്നായിട്ട് തന്നെ നമുക്ക് മൂത്ത് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിത് ഈ ഒരു പാത്രത്തിൽ നിന്ന് വേറൊരു പാത്രത്തിലേക്ക് മാറ്റി വെച്ചിട്ട് നന്നായിട്ട് തണുത്ത് വന്നതിന് ശേഷം ഒന്ന് പൊടിച്ചിട്ടെടുക്കണം കേട്ടോ. ഇപ്പം ഞാനിതാ ഇവിടെ മിക്സിയുടെ ജാറിലിട്ടിട്ട് ഒന്ന് പൊടിച്ചെടുത്തിട്ടുണ്ട്. ഒരുപാട് അങ്ങോട്ട് അരഞ്ഞു പോകരുത് കേട്ടോ. ചെറുതായിട്ട് ആ ഒരു പൊടിയോട് വേണം നമുക്ക് കിട്ടാൻ വേണ്ടിയിട്ട്. അപ്പൊ ഇത് ചതച്ചെടുക്കുന്ന സമയത്ത് മിക്സിയുടെ പൾസ് മോഡിലിട്ടിട്ട് ചെറുതായിട്ടൊന്ന് കറക്കിയെടുത്താൽ മതി കേട്ടോ. ഇനി നമുക്കിതൊന്ന് മാറ്റി വെക്കാം. ഇനിയിപ്പോൾ ഞാനിതാ അതേ പാനിലേക്ക് തന്നെ ഞാനിവിടെ 2 ടീസ്പൂൺ വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പൊ വെളിച്ചെണ്ണ ഒന്ന് ചൂടായി വരുന്ന സമയത്ത് നമുക്ക് ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ കടുക് ചേർത്ത് കൊടുക്കാം. ഇതുപോലെ ഒന്ന് പൊട്ടി വരുന്ന സമയത്ത് നമുക്കിതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ ചെറിയ ജീരകം ചേർത്ത് കൊടുക്കാം കേട്ടോ. ചെറിയ ജീരകം ഇതുപോലെ ഒന്ന് പൊട്ടി വരുന്ന സമയത്ത് നമുക്കിതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ ഉഴുന്ന് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് മൂപ്പിച്ച് കൊടുക്കാം. നമുക്ക് ഉഴുന്നിന്റെ കളറൊക്കെ ചെറുതായിട്ടൊന്ന് മാറി വരട്ടെ. ഇനി ഇത് നമുക്കിതിലേക്ക് നമ്മൾ നേരത്തെ അരിഞ്ഞു മാറ്റി വെച്ചിട്ടുള്ള കോവയ്ക്ക ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നമുക്ക് എല്ലാം കൂടെ നന്നായിട്ടൊന്ന് ഇളക്കി മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പൊ ഇതുപോലെ ഇളക്കി കൊടുക്കുന്ന സമയത്ത് ഈ ഒരു മീഡിയം ടു ഹൈ ഫ്ലെയിമിലൊക്കെ വെച്ചിട്ട് നമുക്ക് ഇളക്കി കൊടുക്കാം കേട്ടോ. ഇപ്പൊ ഇതെല്ലാം കൂടെ നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ആയിട്ട് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ 1/2 ടീസ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഉപ്പ് ചേർത്ത് കൊടുത്തതിന് ശേഷം നമുക്ക് വീണ്ടും ഇളക്കി യോജിപ്പിച്ച് കൊടുക്കാം. ഉപ്പൊക്കെ കോവയ്ക്കയുടെ എല്ലാ ഭാഗത്തും എത്തുന്ന രീതിയിൽ തന്നെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം നമുക്ക്. ഇപ്പൊ ഇതാ ഞാനിവിടെ ഉപ്പ് ചേർത്ത് കൊടുത്തിട്ട് ഒരു 1-2 മിനിറ്റ് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്തിട്ടുണ്ടായിരുന്നു. ഇനി നമുക്കിതൊന്ന് അടച്ച് വെച്ചിട്ട് വേവിക്കാം. വേവിച്ചെടുക്കുന്ന സമയത്ത് വെള്ളമൊന്നും ചേർക്കേണ്ട ആവശ്യമില്ല കേട്ടോ. ഈ ഒരു ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് നമുക്ക് 2-3 മിനിറ്റ് ഒന്ന് അടച്ചു വെച്ച് വേവിക്കാം. ഇപ്പൊ ഇതാ ഒരു 3 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. നമുക്കൊന്ന് തുറന്നു നോക്കാം. എന്നിട്ട് നമുക്ക് വീണ്ടും ഇളക്കി കൊടുക്കാം. ഇപ്പൊ ഇതാ കോവയ്ക്കൊക്കെ ചെറുതായിട്ടൊന്ന് വെന്ത് തുടങ്ങുന്നുണ്ട്. ഒരുപാട് അങ്ങോട്ട് വെന്ത് കുഴഞ്ഞു പോകാതിരിക്കാൻ വേണ്ടി ശ്രദ്ധിക്കണം കേട്ടോ. നമ്മൾ അടച്ചു വെച്ചിട്ട് ഒരുപാട് നേരം വേവിക്കുകയാണെന്നുണ്ടെങ്കിൽ അതങ്ങോട്ട് വെന്ത് കുഴഞ്ഞു പോകാനുള്ള ചാൻസ് ഉണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ നമുക്ക് തീ ഒരു മീഡിയം ടു ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് ഇത് തുറന്ന് വെച്ചിട്ട് തന്നെ ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുത്തിട്ട് ഒന്ന് മൊരിയിച്ചിട്ടെടുക്കാം. ഇപ്പൊ ഇതാ ഞാനിവിടെ തീ ഒരു മീഡിയം ടു ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് ഒരു 3-4 മിനിറ്റ് ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കുന്നുണ്ടായിരുന്നു. ഇപ്പൊ നിങ്ങൾക്ക് കാണാം ഈ കോവയ്ക്കയുടെ സൈഡിലൊക്കെ ചെറുതായിട്ടൊക്കെ ഒന്ന് കളർ മാറി ബ്രൗൺ കളറായി വരുന്നുണ്ട് കേട്ടോ. അപ്പൊ ഈ ഒരു പാകം വരെ വേണം നമുക്ക് കോവയ്ക്ക ഒന്ന് വരട്ടിയെടുക്കാൻ വേണ്ടിയിട്ട്. അപ്പൊ ഈ ഒരു സമയത്ത് വേണം നമുക്ക് ഇതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാൻ വേണ്ടിയിട്ട്. ഞാനിവിടെ ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ 1 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി ചേർത്ത് കൊടുത്തിട്ട് നമുക്കിത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. പൊടികൾ ചേർത്ത് കൊടുത്തതിന് ശേഷം തീ ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് നമുക്ക് 1-2 മിനിറ്റ് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ആ പൊടികളുടെ പച്ചമണക്കൊന്ന് മാറി കോവയ്ക്കയുടെ എല്ലാ ഭാഗത്തും പൊടികളൊക്കെ എത്തുന്ന രീതിയിൽ നമുക്ക് ഇളക്കി കൊടുക്കാം കേട്ടോ. ഇപ്പൊ ഇത് നമ്മൾ പൊടികളൊക്കെ ചേർത്ത് കൊടുത്തിട്ട് ഇളക്കാൻ തുടങ്ങിയിട്ട് 2 മിനിറ്റ് ഒക്കെ ആയിട്ടുണ്ട്. ഈ ഒരു സമയത്ത് വേണം നമുക്ക് നമ്മൾ നേരത്തെ പൊടിച്ചു മാറ്റി വെച്ചിട്ടുള്ള ആ ഒരു കടലയുടെയും മുളകിന്റെ ഒക്കെ കൂട്ടുണ്ടല്ലോ അത് ചേർത്ത് കൊടുക്കാൻ വേണ്ടിയിട്ട്. ഈ ഒരു കൂട്ടും കൂടെ ചേർത്ത് കൊടുത്തിട്ട് നമുക്ക് ഇതെല്ലാം കൂടെ ഒന്ന് ഇളക്കി മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ഇത് ഒരുപാട് നേരം ഇളക്കി മൂപ്പിക്കേണ്ട ആവശ്യമൊന്നുമില്ല. കാരണം കടലയും അതുപോലെ തന്നെ ഉണക്കമുളകും നമുക്ക് ആദ്യം തന്നെ മൂത്ത് കിട്ടിയതാണ്. അപ്പൊ ഇതിന്റെ കൂടെ ഒന്ന് ചേർന്ന് കിട്ടിയാൽ മാത്രം മതി നമുക്ക്. ഇപ്പൊ ഇതാ നമ്മുടെ സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള കോവയ്ക്ക പൊടി കറി റെഡി ആയിട്ടുണ്ട്. ഇത് നിങ്ങൾക്ക് ചോറിന്റെ കൂടെയോ കഞ്ഞിയുടെ കൂടെയോ അല്ലെങ്കിൽ കേർഡ് റൈസിന്റെ കൂടെയൊക്കെ കൂട്ടി കഴിക്കാൻ പറ്റിയ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു റെസിപ്പി തന്നെയാണ് കേട്ടോ. നിങ്ങൾ എല്ലാവരും തയ്യാറാക്കി നോക്കണം. അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ വന്നിട്ട് പറയണം. നമുക്ക് അടുത്തൊരു ദിവസം വേറൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അതുവരെ ബൈ.